ഹായ് ഫ്രണ്ട്സ്, ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ അട്ടിമറി. കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വി തോറ്റു, BJP ജയിച്ചു. കോൺഗ്രസിന് 40 MLA മാർ, BJPക്ക് 25. എന്നിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റു. എതിർപാളയത്തിൽ നിന്ന് MLA മാരെ ചാക്കിട്ട് പിടിച്ച് കൂറുമാറ്റി അവരെ വോട്ട് ചെയ്യിക്കുന്ന BJP നേതൃത്വത്തെയാണോ, സ്വന്തം MLA മാരെ കൂടെ നിർത്താനാവാത്ത കോൺഗ്രസ് നേതൃത്വത്തെയാണോ നമ്മൾ വോട്ടേഴ്സ് ചെരുപ്പൂരി തല്ലേണ്ടത്? രണ്ടും തെറ്റ് തന്നെയാണ്. കൈക്കൂലി കൊടുക്കുന്നതും തെറ്റ്, വാങ്ങുന്നതും തെറ്റ്. കൈക്കൂലി എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അത് രാജ്യസഭാ സീറ്റാകാം, ലോക്സഭാ സീറ്റാകാം, മന്ത്രിസ്ഥാനമാകാം, എന്തുമാകാം. ഏതുതരം ഫേവേഴ്സ് സ്വീകരിച്ചാലും അതിനെ അഴിമതി എന്ന് പറയണം. ഇവർക്കൊക്കെ എന്തെല്ലാം ഓഫറാണ് കിട്ടിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഈ നെറുകെട്ട ലെവലിലേക്ക് എത്തിച്ചതിന് ശ്രീമാൻ നരേന്ദ്ര ദാമോദരന് ഒരു ബിഗ് സല്യൂട്ട്. കൂറുമാറുന്നതും കാലുമാറുന്നതും അഴിമതി കാണിക്കുന്നതും ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരിക്കുന്നു. BJPയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഒന്ന് റിലീജിയസ് പോളറൈസേഷൻ, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള ധ്രുവീകരണം. 2 അഴിമതി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. കർണാടകത്തിൽ യെഡ്യൂരപ്പ മുതൽ ഇങ്ങോട്ട് പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു വന്ന് ഇപ്പോഴിതാ ഹിമാചൽ പ്രദേശിൽ 6 കോൺഗ്രസ് MLA മാരെ അടർത്തിയെടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ BJP തിരിച്ചറിയുന്നു തങ്ങളുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരെ പുലർത്തുക, കോൺഗ്രസ് MLA മാരെ MP മാരെ അടർത്തിയെടുക്കുക, അങ്ങനെയേ സമ്പൂർണ്ണ സമഗ്രാധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കാനാവുകയുള്ളൂ എന്ന് BJP തിരിച്ചറിയുന്നു. ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതാണ് ചോദ്യം. തിരിച്ചറിയേണ്ടതല്ലേ? പണ്ടൊക്കെ നമ്മൾ ആശഭാര സംസ്കാരം എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുമായിരുന്നു. മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. മറ്റു ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് നോക്ക്, അവിടെ ഇത്തരം കൂറുമാറുകളില്ല. ഒരു ഉദാഹരണം എടുക്ക്, ദി ഇലക്ഷൻ ഓഫ് ദ അമേരിക്കൻ പ്രസിഡന്റ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് പേരിലല്ല, ഇലക്ട്രൽ കോളേജാണ്. പിന്നെ അവരാണ് പോയി ഈ പ്രസിഡന്റിനെ ഔപചാരികമായി തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലോ അവർ പിന്നെയും കാല് മാറും, അവരെ കാല് മാറ്റിക്കും, പിന്നെ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. എന്തൊരു നെറുകെട്ട രാഷ്ട്രീയമാണ് ഇന്ത്യയുടേത്. ഈ നൂറ്റാണ്ട് ജനിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഇന്ത്യക്കാരനെ ജീവിക്കേണ്ടി വന്നതിൽ എനിക്ക് അപമാനം തോന്നുന്നു. ഇതാണോ ഇന്ത്യൻ രാഷ്ട്രീയം? കേഴുക ഭാരതമേ.